നിർണായക കൂടിക്കാഴ്ചയ്ക്കായി തൃശൂർ ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ ദില്ലിയിലെത്തി. കാര്യങ്ങൾ വിശദീകരിക്കാൻ നേതൃത്വം അറിയിച്ചതിനെ തുടർന്നാണ് ഡിസിസി പ്രസിഡന്റ് ദില്ലിയിലെത്തിയത്. രാജ്യസന്നദ്ധത അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലാണ് ഈ തൃശൂർ ഡിസിസി പ്രസിഡന്റിനെ നേതൃത്വം നേരിട്ട് വിളിപ്പിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ദില്ലിയിലെത്തി ബോധിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം, ലക്ഷ്യം? ഇന്നലെ വൈകിട്ടുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെടുന്നത്. അതിനെ തുടർന്ന് കെ.സി. വേണുഗോപാലിനോട് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം KPCC പ്രസിഡന്റ് കെ സുധാകരനുമായി സംസാരിക്കുകയും കെ സുധാകരൻ DCC പ്രസിഡന്റിനോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം അറിയിച്ചിരുന്നത് നാളെ KPCC പ്രസിഡന്റ് തൃശൂരിലെത്തി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും സമവായത്തിനുള്ള ശ്രമം നടത്തുകയും ചെയ്യുമെന്നായിരുന്നു. എന്തായാലും KPCC പ്രസിഡന്റിന്റെ വരവ് നാളെ ഉണ്ടാകില്ല എന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഇന്ന് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ദില്ലിയിലെത്തി എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം ദില്ലിയിലേക്ക് പുറപ്പെട്ടത്. വിശദീകരണം നൽകണം എന്ന ഡൽഹിയിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ജോസ് വള്ളൂർ ഡൽഹിയിലേക്ക് പോയത്. ആരെയും അറിയിക്കാതെ ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയത്. KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും എല്ലാം ദില്ലിയിലുള്ളതിനാൽ അവിടെ ചെന്ന് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനാണ് നേതൃത്വം ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഇദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഡൽഹിയിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു അവസരം ഇത് തനിക്ക് സൗകര്യമാകുമെന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. കാരണം മറുപക്ഷത്ത് നിൽക്കുന്നവർക്ക് വിശദീകരണം നൽകാനുള്ള ഒരു സൗകര്യം അവിടെ ലഭിക്കുന്നില്ല. കാരണം ജോസ് വള്ളൂരിന് തന്നെ അവിടെ നിന്ന് കാര്യങ്ങൾ തന്റെ പക്ഷത്ത് നിന്ന് തന്റെ ഭാഗത്തെ ന്യായീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു. അതേസമയം നേതാക്കൾ തൃശൂരിലേക്ക് എത്തി ഇരുപക്ഷവുമായി സംസാരിക്കുമ്പോൾ മറുപക്ഷത്തെ വാദം കൂടി കേൾക്കുമ്പോൾ കൂടുതൽ ന്യായീകരണം സാധ്യമല്ലാതെ വരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നേതൃത്വം വിളിച്ചതുകൊണ്ട് തന്നെ പുലർച്ചെ തന്നെ ജോസ് വള്ളൂർ ദില്ലിയിലേക്ക് പോവുകയായിരുന്നു. കൂട്ടത്തല്ലുണ്ടാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, തന്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ട ദൃശ്യങ്ങൾ കൂടി കൈവശം വെച്ചുകൊണ്ടാണ് ജോസ് വള്ളൂർ ദില്ലിയിൽ എത്തിയത് എന്നാണ് അറിയുന്നത്. ഒപ്പം രാജ്യസന്നദ്ധത അറിയിക്കാനും നീക്കമുണ്ട്. നേതൃത്വത്തോട് ആവശ്യമെങ്കിൽ താൻ രാജിവെക്കാം എന്ന അറിയിച്ചതായുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട്. DCC പ്രസിഡന്റ് ദില്ലിയിൽ എത്തിയതിന് പിന്നാലെ തൃശൂർ DCC ഒരു വിശദീകരണ കുറിപ്പും ഇറക്കിയിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ വിശദീകരിക്കാൻ DCC നേതൃത്വം തയ്യാറായിരുന്നില്ല. ഈ കൂട്ടത്തിൽ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് വിശദീകരണം ഇറക്കിയിരിക്കുന്നത്. മദ്യപിച്ചെത്തിയ സജീവൻ കുര്യച്ചിറയും സംഘവും ചേർന്ന് ഓഫീസിൽ സംഘർഷമുണ്ടായിരിക്കുന്നു എന്ന രീതിയിലൊരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് സജീവൻ കുര്യച്ചിറയെയും ഒപ്പം ഉണ്ടായിരുന്നവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശദീകരണ കുറിപ്പാണ്. DCC പ്രസിഡന്റ് ഡൽഹിയിലെത്തിയതിന് പിന്നാലെയാണ് ഈ കുറിപ്പ്. എന്തായാലും സുധാകരന്റെ നാളത്തെ തൃശൂരിലേക്കുള്ള വരവ് ഉണ്ടാകില്ല എന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ KPCCക്ക് ഈ മുരളീധരനെ അനുകൂലിക്കുന്നവർ ചേർന്ന് KPCCക്ക് രേഖാമൂലം പരാതി നൽകാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഇതിനിടെ വിശദീകരണം ചോദിച്ചതിന് ശേഷം ഒരുപക്ഷെ ജോസ് വള്ളൂരും TN പ്രതാപനും ഉൾപ്പെടെയുള്ള സംഘത്തിന് നേരെ അല്ലെങ്കിൽ അവരെ ഒരുപക്ഷെ ഈ നേതൃനിരയിൽ നിന്നും മാറ്റി നിർത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇവർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്ന് സൂചനയുണ്ട്. കാരണം വളരെ ഗുരുതരമായ ആരോപണമാണ് അണികൾ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ K മുരളീധരന്റെ ദയനീയ പരാജയം, അദ്ദേഹം തന്നെ അത് പറയാതെ പറഞ്ഞു വെച്ചിരുന്നു. തനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നതുകൂടി അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ എന്തായാലും ഈ ഒരു കോക്കസിന് എതിരെ നടപടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനയുണ്ട്. ഒരുപക്ഷെ ജോസ് വള്ളൂരിനെ താൽക്കാലികമായി DCC നേതൃസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് മറുപക്ഷത്തിന് കൂടി അംഗീകരിക്കാവുന്ന ഒരാൾക്ക് താൽക്കാലിക ചുമതല നൽകി തൽക്കാലം പ്രശ്നം പരിഹരിക്കാനുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും തൽക്കാലത്തേക്ക് ശമിപ്പിക്കാനുള്ള ഒരു നീക്കവും നേതൃത്വം ആലോചിക്കുന്നുണ്ട്. അസിത.